Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ബനാന ഗീ റോസ്റ്റിലേക്ക് സ്വീറ്റ് വൈറ്റ് സോസ് ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഗീ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതിനെ മിക്സ് ചെയ്യുന്നുള്ളത്. മൈദ നല്ല മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലൊഴിച്ച് നന്നായി ഒന്ന് ഇതിനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പാലും മൈദയും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 കഷ്ണം കറുവപ്പട്ട കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് കട്ടയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റാം. ഇനി ബനാന റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഗീ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 3 പഴം ഇതുപോലെ കട്ട് ചെയ്തതിട്ട് ഇതിനൊന്ന് നന്നായി വഴറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചത് ഇട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വൈറ്റ് സോസ് മുകളിലായി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബനാന ഗീ റോസ്റ്റ് വിത്ത് സ്വീറ്റ് വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് വൈറ്റ് സോസ് ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.